രഹ്ന ഫാത്തിമയും അമ്മിണിയും ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ളവരെ പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി അതിനുശേഷം പോലീസ് വാനിൽ ആരും കാണാതെ കിടത്തിക്കൊണ്ടുവന്നു. രഹ്ന ഫാത്തിമ ശബരിമല കയറിയിട്ടില്ല. പെട്ടെന്ന് സർക്കാരിൻ്റെ വിളി വന്നു. പോലീസ് ശ്രീത്ത് അവരെയും കൊണ്ട് തിരിച്ചിറങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. രഹ്ന ഫാത്തിമയ്ക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ല. ബിന്ദു അമ്മിണിയും കനകദുർഗയുമാണ് അവിടെ കയറിയെന്ന് അറിയാത്ത ആളല്ല പ്രേമേന്ദ്രൻ. പക്ഷേ പ്രേമേന്ദ്രൻ പറയുന്നത് ബിന്ദു അമ്മിണിയും രഹ്ന ഫാത്തിമയും കയറി. ബിന്ദു അമ്മിണി ഒരു ദലിത് സമുദായ അംഗമാണ്, രഹ്ന ഫാത്തിമ മുസ്ലിമാണ്. ഒപ്പം ബീഫും. രഹ്ന ഫാത്തിമ എന്ന് പറയുന്ന മുസ്ലിം പേരിനെ അതിനകത്തേക്ക് ചേർത്ത് വെച്ച് കൊടുക്കുക. അവർ ബീഫ് കഴിച്ചിരുന്നു എന്ന ഈ കാലത്ത് ഏത് കൊച്ചുകുട്ടിക്ക് പോലും കേട്ടാൽ അതിൻ്റെ ദുരർത്ഥം മനസ്സിലാകുന്ന സംഗതി അതിനകത്ത് ചേർത്ത് വെക്കുക. എന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ ഫുഡ് കഴിച്ചിട്ട് ഹിന്ദുക്കളുടെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ കയറി എന്ന വികാരം വർക്ക് ചെയ്യണം എന്ന ഉദ്ദേശം അതിനകത്തുണ്ട്. ഇങ്ങനൊരു പരിപാടിയിൽ ഒരാവശ്യവുമില്ലാതെ ഒരു മുസ്ലിം അപരവൽക്കരണ ശ്രമം അദ്ദേഹം നടത്തി. എന്നിട്ട് അദ്ദേഹം ആ ബൈറ്റിൽ പറയുന്ന വിശദീകരണ ബൈറ്റിൽ പറയുകയാണ് എല്ലാത്തിനെയും വർഗീയവൽക്കരിക്കുകയാണ്. ആരാ വർഗീയവൽക്കരിക്കുന്നത്? പരമാവധിയിൽ പറഞ്ഞ് വിശ്വാസികളുടെ വികാരത്തെ ഇളക്കി വിടുക. രാഷ്ട്രീയത്തിൽ നെറി വേണം. ആ നെറി വളരെ പ്രധാനമാണ്.